അവിടുന്ന് നമ്മൾ ഫുഡ് മേടിക്കാനും ഫ്രഷ് ആവാനും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടത്തേക്കാണ് പോയത്. അതിനുശേഷം ഹറമിലേക്ക് വരാമെന്ന് ഞാനും എൻ്റെ കൂട്ടുകാരിയും വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷം 79ാമത്തെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി ഫ്രഷായിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് മേടിക്കാനായിട്ടായിരുന്നു പോയത്. അസർ കഴിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് മേടിച്ചിട്ട് വീണ്ടും ഹറമിലേക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും പ്ലാൻ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയാവുന്ന ഈ നീല ഷർട്ടിട്ട ബ്രദർ ഞങ്ങൾക്ക് ഒരുപാട് ഇഫ്താർ കിറ്റൊക്കെ തന്ന്. അതുകൂടാതെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഹറമിൽ നിന്നും ഇഫ്താർ കിറ്റ് കിട്ടി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് കിട്ടിയത്. ഏകദേശം 5:45 ആയപ്പോഴത്തേക്ക് ഹറമിലെ വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ഇഫ്താർ കിറ്റ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. മാഷാ അല്ലാ, ഇതൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സംസം വെള്ളം എടുത്തപ്പോഴത്തേക്കും ഏകദേശം ബാങ്ക് കേൾക്കാനുള്ള സമയമായി. അങ്ങനെ മാഷാ അല്ലാ അൽഹംദുലില്ലാ നോമ്പൊക്കെ റാഹത്തായിട്ട് മുറിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേര് തിരിച്ചു പോയി തുടങ്ങിയായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും തറാവീഹ് നമസ്കരിച്ചതിന് ശേഷം പോകാമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇശാൻ്റെ ബാങ്ക് കേൾക്കാറായപ്പോഴത്തേക്ക് വീണ്ടും ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. എല്ലാവരും ഞങ്ങളുടെ അടുത്തൊക്കെ ആയിട്ട് വന്ന് ഇരുന്നപ്പോഴേക്കും ബാങ്ക് അങ്ങനെ അൽഹംദുലില്ലാ ഇശാ നമസ്കാരം തറാവീഹ് എല്ലാം പൂർത്തിയായതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് റെഡിയായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇത്. ചുരുക്കം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. സർവശക്തനായ തമ്പുരാൻ എനിക്കും ഈ ഭാഗ്യം